അച്ഛനൊരു ഉമ്മ തന്നെ. ഉമ്മ തരാൻ പറഞ്ഞപ്പോ ഡിമാൻഡ് കൂടുകയാണോ? എന്റെ അച്ഛന് ഞാൻ ആദ്യമായിട്ട് ഉമ്മ കൊടുക്കാൻ പോവാ. ഉമ്മ കിട്ടിയില്ല. ആകെ ടെൻഷനാവുന്നു. ഞാന് 3 വരെ എണ്ണും. അതിനിടയിൽ ഉമ്മ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. റെഡി? 1 2 3. നിർത്തണ്ടമ്മേ, അമ്മ തലോടുമ്പോ നല്ല സുഖം. ശരി. മോനെ, എന്താ മോനെ? മോനെ കാര്യം പറ. ശ്രീ, അപ്പു കരയുന്നു. എന്താ മോനെ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ കരയോ? എന്തോ ഉണ്ട്, അമ്മയോട് പറ. ഇത്രയും സമയായി ചേച്ചിനെ നോക്കിയ പോലുമില്ല, എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. അപ്പുവിനെ ശ്രദ്ധിച്ചോണം. പാവോ, എന്നോട് എന്ത് സ്നേഹമാണെന്നോ. അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം എപ്പോഴും. ഓ, അതിനാണോ? എന്താടോ അപ്പു? ഒന്നും പറയണ്ട, ചേച്ചി എന്നെ ഇതുവരെ ശ്രദ്ധിച്ചു പോലുമില്ല. അമ്മ, അപ്പു പറയുന്നത് കേട്ടോ? എന്താ അമ്മ എന്താ വിളിച്ചത്? അമ്മേന്ന് കണ്ടോ? അമ്മ മുമ്പ് അമ്മ എന്നാ ചേച്ചി വിളിച്ചത്, ഇപ്പൊ അമ്മേന്നല്ല, അമ്മ എന്നാ ഇപ്പൊ വിളിച്ചത്. ഇപ്പൊ ദേ അമ്മേന്ന് വിളിക്കുന്നു. അതിനും മാറ്റം വന്നോ? സോറി അമ്മ. അല്ല, സോറി അമ്മ. ക്യാമ്പില് പല കുട്ടികളും അമ്മേന്നൊക്കെയാ വിളിക്കുന്നേ, അത് കേട്ടിട്ടോ? സാരില്ല മോനെ. മോനെ, ചില ശീലങ്ങള് ഇങ്ങനെയൊക്കെയാ. അതൊന്നും വലിയ കാര്യമാക്കണ്ട, അല്ലേ ശ്രീ? പിന്നല്ലാതെ ഈ മലയാളികളൊക്കെ നോർത്ത് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ സംസാരത്തില് ഹിന്ദിയൊക്കെ കയറി വരില്ലേ, അതുപോലെ അല്ലേ? സോറി അമ്മ. അപ്പു, ക്യാമ്പിലൊരു കുട്ടിക്ക് അമ്മയില്ല. അമ്മയില്ലാന്ന് വെച്ചാ അമ്മ പോയിന്നല്ല, പക്ഷെ അച്ഛൻ്റെ അടുത്തുനിന്നും മാറി താമസിക്കുക. ആ കുട്ടിക്ക് ഭയങ്കര വിഷമം. ആ കുട്ടിയുടെ കഥകൾ കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. അമ്മയില്ലാത്ത കുട്ടികളെ കുറിച്ച് ഞാനും ആലോചിച്ചു. അപ്പൊ അമ്മയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അമ്മയോട് ഇഷ്ടം കാണിക്കുന്നത് എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ എന്നെ മറക്കരുത്. നിന്നെ മറക്കാനോ? നീ എന്റെ അപ്പുക്കുട്ടനല്ലേ? സത്യാണോ?
ആ സത്യാണോ? പിന്നെ അല്ലാതെ. ചേച്ചി സൂപ്പറാ. ഞാനല്ല, അമ്മയാ സൂപ്പർ. ഏയ്, അപ്പു പറയുന്ന പോലെ എന്റെ മോള് സൂപ്പറാ. അമ്മയതൊന്നൂടെ പറഞ്ഞേ. എന്റെ മോള് സൂപ്പറാ. എന്റെ മോള് സൂപ്പറാ. മതിയോ? സൂപ്പറിന് കുറച്ച് ഓവറാണോ? അവനും ഫാമിലിയും കാറേ വരുമ്പോ ഒരു ലോറി വന്ന് ഇടിച്ചു കയറുന്നു. സംഗതി മംഗളം ശുഭം. ചാനലിലും പേപ്പറിലും ഒക്കെ ഒരു വാർത്ത: വാഹന അപകടം, അഡ്വക്കേറ്റും കുടുംബവും മരണപ്പെട്ടു. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ വാർത്ത വരുത്താം. എന്തു പറയുന്നു? അറിയാലോ, ഇന്ന് അവൾ ക്യാമ്പിലോ ക്യാമ്പസിലോ പോയിട്ടുണ്ടാവും ആ കൊച്ചിനെ തിരികെ കൊണ്ടുവരാൻ. പറ്റിയ അവസരമാണ്. ഹൈവേയിൽ കൂടിയാ വരുന്നത്. ലോറിയും ബാക്കി സെറ്റപ്പും ഒക്കെ റെഡിയാണ്. ആലോചിക്കാനൊന്നുമില്ല. അവസരങ്ങളെന്ന് പറയുന്നത് കയ്യിൽ വന്നാൽ വിട്ടുകളയുന്നത് മണ്ടത്തരമാണ്. ബൈജുവിനെ വിളിക്കട്ടെ. അവൾ വീട്ടിലെത്താൻ ഇനിയും 2 മണിക്കൂർ എടുക്കും. വരട്ടെ, അത് നമുക്ക് അവസാന ഘട്ടത്തിൽ പിടിച്ചാ പോരെ? ആ, എന്തോന്ന് അവസാന ഘട്ടം? ആദ്യ ഘട്ടത്തിൽ തന്നെ വേണ്ട കാര്യമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ തീർപ്പായേനെ. ജോമനെ, തനിക്ക് പണമേ പോവുള്ളൂ. അതെങ്ങനെ വീണ്ടും ഉണ്ടാക്കാം? പക്ഷെ എനിക്ക് പോകുന്നതേ അഭിമാനമാ. അഭിമാനം. ഒരു നരുന്ന് വക്കീലും പോയി തോറ്റു കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുപ്പായ ചുമ നടന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇന്ന് തന്നെ കാര്യം നടത്താം. തട്ടിക്കളയാന്ന് വെച്ചാൽ അതിനൊരു റിസ്ക് ഉണ്ട്. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ടതല്ലേ? ആ പ്ലാനാ ഞാൻ പറഞ്ഞേ. ഞാനത് ചെയ്യും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഭാസ്കർജിയുടെ പ്രശ്നമല്ല, എന്റെയും അഭിമാന പ്രശ്നമാണ്. അല്ലല്ലേ, അന്ന് പ്ലാൻ ചെയ്തപോലെ ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവരാം. 2 അറിഞ്ഞിട്ട് വിട്ടുകൊടുക്കാം. എന്തു പറയുന്നു? അത് നോക്കാവുന്നതാണ്. പക്ഷെ ഒടുക്കത്തെ ഈ ചാനലുകാര് എന്തെങ്കിലും വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ, നമ്മുടെ സംഭവ ദിവസം ചാനലുകാർക്ക് ചർച്ച ചെയ്യാൻ വേറൊരു വാർത്ത ഉണ്ടാക്കിയ പോരെ? ആ, MLA ഭാസ്കർജി മുന്നണി വിടുന്നു. ആ വാർത്ത പോരെ? ചാനലുകൾ 5 ദിവസം അതിൽ പിടിച്ച് തൂങ്ങിയങ്ങ് നടന്നോളും. എല്ലാം ഭാസ്കർജിയുടെ ഇഷ്ടം പോലെ. ആ, എന്നാ പിന്നെ വച്ചത് കിട്ടണ്ട. ബൈജുവിനെ ഇപ്പൊ തന്നെ വിളിക്കാം. രാമപുരത്ത് അറിയാലോ, ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ വിജനമാണ്. 2 ഒന്നാം തരം വളവുമുണ്ട്. ഭാസ്കർജി വേണ്ട. എന്തുപറ്റി? വരട്ടെ ഭാസ്കർജി, ഒരാഴ്ച കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മനസ്സിന് കട്ടിയില്ലാത്തവൻ ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുത്. കട്ടിയില്ലാത്തതല്ല, നമുക്ക് ഒരവസരം കൂടി കൊടുക്കാം. ആ അവസരത്തിലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ എല്ലാത്തിന്റെ അവസാനം. ഇനി ഒരുപാട് ദൂരം പോയാലുണ്ടോ അച്ഛ വീട്ടിലേക്ക്? നീ എന്നെ കളിയാക്കാണോ അതോ കുറച്ചു ദിവസം കൊണ്ട് ഒക്കെ അങ്ങ് മറന്നോ? ഇതുവഴി എത്രയോ പ്രാവശ്യം നമ്മൾ പോയേക്കുന്നു. ഞാൻ അച്ഛനെ ടെസ്റ്റ് ചെയ്തതല്ലേ? എത്ര വലിയ സിറ്റിയാ. ഞാനിനി കുറെ ദിവസത്തേക്ക് ഈ സിറ്റിയിലാണ്.
നിയമസഭാ മന്ദിരം. ഞാൻ ഇതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നിന്റെ പതിവ് നമ്പറൊന്നും അച്ഛനോട് വേണ്ട. ഇതൊന്ന് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അതിന് താല്പര്യം കാണിക്കാത്ത ആളാ നീ. ആറിയെ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. ഹായ് സെക്രട്ടറി. സൂപ്പർ. ഇതിന് 150 വർഷം പഴക്കമുണ്ട്. ആയില്യം തിരുനാൾ രാജാവാണ് പണി കഴിപ്പിച്ചത്. 1869 മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് എഞ്ചിനീയർ. അല്ല, നിന്റെ ഉള്ളില് വേറെ ആരെങ്കിലും കയറി പറ്റിയോ? എന്തായാലും ഗംഭീര ചേഞ്ചാ ക്യാമ്പ് വരുത്തിയിരിക്കുന്നത്. അച്ഛാ, സൂ എവിടെയാ? ഒറ്റ തല്ല് വെച്ചേരും. ആ, സൂ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അതിന്റെ നടുവിൽ കൂടി ഒന്ന് പോവാമോ? ക്യാമ്പിൽ പോയപ്പോഴാ ഇതൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയുന്നത്. ഇനി കൊറേ കറങ്ങണം. ശരി, ആയിക്കോട്ടെ. എനിക്ക് വിശക്കുന്നു. ശ്രീ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? നമുക്ക് നല്ലൊരു വെയിറ്ററി ഹോട്ടലിൽ കയറിയാലോ? എനിക്ക് ബർഗറും സാൻഡ്വിച്ചും മതി. ബർഗറാ? എന്ത് കഴിക്കണമെന്നാ പറഞ്ഞേ? ബർഗർ, ചിക്കൻ ബർഗർ. അപ്പോ ടീച്ചർ പറഞ്ഞത് സത്യമാണല്ലേ? ടീച്ചർ എന്ത് പറഞ്ഞു? നീ ബർഗർ കഴിച്ചു. ബർഗർ കഴിച്ച എന്താ കുഴപ്പം? നിനക്കിത് എന്ത് പറ്റി? ബർഗർ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ സാധാരണ അത് കഴിക്കാറില്ലല്ലോ. ഞാൻ വെജിറ്റേറിയനാ. മീനും ഇറച്ചിയും ഒന്നും കഴിക്കില്ല. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം മാത്രമേ കഴിക്കാറുള്ളൂ. ഇതെപ്പോഴും ഓർത്തോളണം. ചേച്ചി ചിരിക്കാത്ത കാര്യം പറ. ഞാൻ ക്യാമ്പിൽ ഒരു കൂട്ടുകാരിയുടെ കൂടെ പെറ്റ് വെച്ചു. തിരിച്ചു പോകുമ്പോ എന്തേലും പറഞ്ഞ് അമ്മയെ ഞെട്ടിക്കുമെന്ന്. ഇങ്ങനെയാണോ ഞെട്ടിക്കുന്നേ? അമ്മ ഞെട്ടിയില്ലേ? സത്യം, ഞാൻ ഞെട്ടി. കാറിൽ കയറിയത് മുതൽ ഞാൻ മോളുടെ രീതികളെ നോക്കുകയായിരുന്നു. ഒരു ചെറിയ മാറ്റം ഉണ്ടല്ലോ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു. അപ്പോ എന്നെ ഞെട്ടിച്ചതാണല്ലേ? പിന്നെ അല്ലാതെ. ബർഗർ എന്ന് കേട്ടാ ഞാൻ അപ്പൊ തന്നെ മോൾക്ക് നീ നോൺ വെജ് ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഏയ് അല്ല, അത് അത് ഭാസ്കർജിയോ? അറ്റൻഡ് ചെയ്യ്. ഹലോ. അപ്പോ ഹൈക്കോടതിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞാൻ ജോയി മോനോടൊരു പ്ലാൻ പറഞ്ഞിരുന്നു. ഒരു കിടിലൻ പ്ലാൻ. ഇപ്പൊ മാഡം ക്യാമ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയല്ലേ? വഴിക്ക് വെച്ച് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലാൻ എ. അപ്പോ ജോയി മോനൊരു മനപ്രയാസം. ഒരു ഗ്രേസ് ടൈം കൂടി കൊടുത്തിട്ട് പോരേന്ന്. അങ്ങനെ ഇപ്പോ ഒരു പ്ലാൻ ബി കൂടി ഉണ്ടാക്കിയേക്കുക. അത് ചർച്ച ചെയ്യാൻ ഞാൻ വക്കീൽ ഓഫീസിലോട്ട് വരും. പ്ലീസ് ഭാസ്കർജി, അങ്ങേ പോലൊരു ജനപ്രതിനിധി ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൂ. പ്ലീസ്, എന്നെ എന്റെ ജോലി ചെയ്യാൻ വിട്ടേക്കൂ. മാഡത്തിനെ അങ്ങനെ ചുമ്മാ ജോലി ചെയ്യാൻ വിട്ടാ അത് ഞങ്ങൾക്ക് ജോലിയായിട്ട് മാറും. അതുകൊണ്ടാ അക്കൗണ്ടിലേക്ക് ഒരു അഡ്വാൻസ് തന്നു.
മാഡത്തിന്റെ മോൾക്ക് വില കൂടിയ ഒരു പേനയും സമ്മാനിച്ചു. അത് വാങ്ങി വയ്ക്കുമ്പോ ഈ പറഞ്ഞ ന്യായമൊന്നും കണ്ടില്ലല്ലോ. ഞാൻ അന്ന് തന്നെ തടഞ്ഞതല്ലേ, ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ. സാറല്ലേ നിർബന്ധിച്ച് പേന അവിടെ വെച്ചിട്ട് പോയത്. അതെന്റെ മോൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് തൊടാൻ തന്നെ പേടിയാ. തിരിച്ചു തന്നേക്കാം. എന്തായാലും ഓഫീസിലേക്ക് വരും, എല്ലാം തിരിച്ചു തന്ന് സെറ്റിൽ ചെയ്യാം. ഹലോ. ഛെ, എന്താ അമ്മേ? അപ്പു, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്താ അമ്മ? ഒന്നുമില്ല മോളെ. അന്ന് വന്നില്ലേ ആ ഭാസ്കർജി MLA, അദ്ദേഹമാ വിളിച്ചേ. അന്ന് മോൾക്ക് തന്നെ ആ പേനയില്ലേ, ഞാൻ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞ പേന. ഏത് പേന? ആ, മറന്നോ? വില കൂടിയ ഒരു സ്വർണ്ണ പേന തന്നിരുന്നില്ലേ? ആ പേന. ആ, ചെന്നാലുടൻ ആ പേന മോൾ എനിക്ക് എടുത്തു തരണം, അത്യാവശ്യം. അയാൾ എവിടെയെങ്കിലും ഇട്ട് കുരുക്കാൻ നോക്കുക. നമ്മൾ പേനയും കാശും ഒക്കെ കൈക്കൂലിയായി വാങ്ങിന്നാ കുറ്റം പറയാൻ പോകുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് പേനയല്ലേ. മോള് ഭദ്രമായിട്ടാണല്ലോ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ആ അതെ അമ്മ. അത് തിരിച്ചേൽപ്പിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അച്ഛനോട് പറയാം. ആരോട് പറയാമെന്ന്? അച്ഛനോട്. ഫാദർ, ഒരു പള്ളിയിലെ ഫാദർ ക്യാമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു മോട്ടിവേഷൻ സ്പീച്ചിന്. ആ അച്ഛൻ പറഞ്ഞിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാ മതിയെന്ന്. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഭാസ്കർജിയും പ്രശ്നങ്ങളും ഒക്കെ തൽക്കാലം മറക്കാം. നമ്മുടെ ദിയക്കുട്ടി ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങിയ ദിവസം നമുക്ക് ആഘോഷിക്കാം. ആദ്യം കാണുന്ന ഹോട്ടലിൽ നിന്ന് ഇഷ്ടമുള്ള ഫുഡ് ഗംഭീരായിട്ട് കഴിക്കാം. അത് സൂപ്പറാ. ഹോട്ടൽ വരെ എത്തുന്നതിനിടയില് ദിയക്കുട്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആ, അമ്മയ്ക്ക് അത്ര ആഗ്രഹമാണോ എന്റെ പാട്ട് കേൾക്കാൻ? ഈ ചേച്ചി ഇപ്പൊ അമ്മയോടാണല്ലോ എല്ലാം ചോദിക്കുന്നത്, എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. ആ, അപ്പുക്കുട്ടനും പാട്ട് വേണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം. Row, row, row your boat gently down the stream. La la la, merrily, 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 merrily. Life is like a dream. Row, row, row your boat gently down the stream. Merrily, 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 merrily. Life is like a dream. Row, row, row your boat gently down the stream. Merrily, 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 merrily. Life is like a dream. ഹായ് മൃഗശാല. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു മൃഗശാലയാ ഈ മൃഗശാല. എന്റെ റിയക്കുട്ടി, നീ അച്ഛനെ ചറ പറയാൻ ഞെട്ടിക്കുകയാണല്ലോ. ലോകത്തിലെ സകല അച്ഛന്മാരിലും ഏറ്റവും ഹാപ്പിയസ്റ്റ് അച്ഛനാ ഈ അച്ഛൻ. ഏറ്റവും സന്തോഷമുള്ള മോള് ഞാനാ. എനിക്ക് വലിയ വലിയ സന്തോഷങ്ങളാ. അമ്മയും അപ്പവും അനിയച്ചനും പ്രിയയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു.
ഹലോ. ആ ഹലോ ജീവ, ഐ ആം ജി കെ. ആ യെസ്, മനസ്സിലായി. ക്യാമ്പ് കഴിഞ്ഞ് മകളെത്തിയോ? ഫ്രീ ആയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് കാണാൻ പറ്റുമോ? ഇന്ന് എന്തായാലും പറ്റില്ല മിസ്റ്റർ ജി കെ. നാളെ മറ്റന്നാളും പുതിയ പടത്തിന്റെ ഡിസ്കഷനാണ്. പ്ലീസ് മിസ്റ്റർ ജീവ, ഇനിയും നീട്ടുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവും. ഇതുവരെ ഞാൻ താങ്കൾക്ക് കംഫർട്ടബിൾ ആയ സമയം സമ്മതിച്ചു. ഇനി ഡിലേ ആക്കാൻ പറ്റില്ല. ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താങ്കൾ എന്താ വിഷയമെന്ന് പോലും പറഞ്ഞിട്ടില്ല. വിഷയം കാവ്യയുമായിട്ട് ബന്ധപ്പെട്ടതാ. കാവ്യയുമായി ബന്ധപ്പെട്ടതോ?